ഹായ് ഗായ്സ്, കുറച്ച് ചീമച്ചക്ക വാങ്ങിച്ചു കേട്ടോ. ചീമച്ചക്ക, ചേമ്പ്, മധുരക്കിഴങ്ങ്, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കിതിനോടാണ് കമ്പം. പക്ഷേ എൻ്റെ വാപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ. കേൾപ്പിക്കും ഇതിനോട് താല്പര്യമില്ല. പക്ഷേ എനിക്കും വിവേക് ആപ്പിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ കരുതി ഇത് പുഴുങ്ങി കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. കുറേ നാളായിട്ട് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മളൊന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ വാങ്ങിച്ച് പുഴുങ്ങുക കേട്ടോ. ആവി കയറ്റി എടുത്തിട്ട് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് മുളകൊക്കെ ഉടച്ച് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് മുളക് ചാലിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയത്തില്ല, തലയും വാലും മാത്രമേ കളയത്തുള്ളൂ. അതിൻ്റെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് ചതച്ച് കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട്, നമുക്ക് കാന്താരി മുളകൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് ഉപ്പ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഷോയ്ക്കിളക്കി. അപ്പോൾ അത് കയ്യിൽ നിന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടി. അത് കഴിഞ്ഞിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ, അടിപൊളി മണം കേട്ടോ. ഒരു മന്തിക്കും ഒരു അൽഫാമിനൊന്നും ഈ ഒരു മണവും കിട്ടത്തില്ല, രുചിയും കിട്ടത്തില്ല. നമ്മൾ മന്തി അൽഫാമൊക്കെ കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെടിക്കും മടുക്കും. പക്ഷേ ഈ ഐറ്റംസ് ഒന്നും അങ്ങനെയല്ല മക്കളെ. ഭയങ്കരമായിട്ട് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കത്തുമില്ല, ചെടിക്കത്തുമില്ല. നമ്മൾ കഴിച്ചൊന്ന് മടുത്തെന്ന് തോന്നിയാൽ പോലും നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല സാധനം കേട്ടോ. അങ്ങനെ ഞാനിത് പുഴുങ്ങി കഴിച്ചു. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ അപ്പച്ചി ഇതൊക്കെ അവിയൽ വെക്കുകയും പിന്നെ പുഴുങ്ങുകയും അല്ലെങ്കിൽ തീയൽ വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ചീമച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അപ്പച്ചിക്ക് എന്നുമുള്ള സൂക്കേടാ, തോരൻ വെപ്പും തീയൽ വെപ്പുമായിരുന്നു. അന്നൊന്നും ഇത് വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്വാദ് മനസ്സിലായത്. അന്നൊക്കെ വെച്ച് തരാൻ ആളുണ്ട്, ഇന്ന് വെച്ച് തരാൻ ആളില്ല. എല്ലാം നമ്മൾ തന്നെ, അപ്പച്ചിയും അമ്മയും ചേച്ചിയും അനിയത്തിയും എല്ലാം നമ്മൾ തന്നെ. പിന്നെ അത് ആവി കയറ്റി എടുത്തിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് തേങ്ങയും തിരുമ്മിയിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ഉടയാതെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു കൂട്ടി പിടിക്കുന്നൊരു വീഡിയോ ഉണ്ട് ഗായ്സ്. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റും രുചി കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ഇതുണ്ടാക്കുന്നത്, ഇതെന്ത് സാധനവും എങ്ങനെ കുക്ക് ചെയ്യേണ്ടതൊക്കെ ലോങ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർ കയറി കാണണേ, അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.